റിപ്പോർട്ടറിന്റെ പോരാട്ടത്തിൽ മുട്ടുമടക്കി മെറ്റ. സെൻസർഷിപ്പ് ചെയ്ത റിപ്പോർട്ടറിന്റെ കാർഡുകളെല്ലാം പുനഃസ്ഥാപിച്ചു. റിപ്പോർട്ടറിന്റെ അപ്പീലിലാണ് മെറ്റയുടെ ഇടപെടൽ. മാധ്യമ അടിയന്തരാവസ്ഥ എന്ന വലിയ വിമർശനമായിരുന്നു സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തി. MDMA കേസ് പ്രതികൾക്ക് മുഖ്യമന്ത്രി VD സതീശനുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന വാർത്തയാണ് റിപ്പോർട്ടർ ടിവിയുടെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് 4 ദിവസം മുൻപ് ആദ്യം അപ്രത്യക്ഷമായത്. തുടർന്ന് മിന്നൽ വേഗത്തിൽ VD സതീശനുമായി ബന്ധപ്പെട്ട എല്ലാ കാർഡുകളും അപ്രത്യക്ഷമായി. മെറ്റയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയ കാർഡുകൾക്കും വിലക്കു വീണു. ആദ്യ ദിവസം മുതൽ എന്തുകൊണ്ട് കാർഡുകൾ നീക്കിയെന്നതിന് വ്യക്തമായ മറുപടി മെറ്റ നൽകിയിരുന്നില്ല. കോടതിയോ സർക്കാരോ നിർദ്ദേശിച്ചാൽ മാത്രമേ കാർഡുകൾ നീക്കം ചെയ്യൂ എന്നാണ് മെറ്റ നൽകിയ വിശദീകരണം. IT നിയമം ദുരുപയോഗം ചെയ്തുള്ള ഈ നടപടിക്കെതിരെ മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടമാണ് റിപ്പോർട്ടർ TV നടത്തിയത്. ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ നേതാക്കളും ആ പോരാട്ടത്തിനൊപ്പം നിന്നു. അങ്ങനെ 4ാം നാൾ മെറ്റ കീഴടങ്ങി. പിൻവലിച്ച എല്ലാ കാർഡുകളും ഒരേ സമയത്ത് പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് മുമ്പ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതിന്റെ സ്ഥിരീകരണം കൂടിയാണ്. റിപ്പോർട്ടർ ചാനൽ നടത്തിയ നിയമയുദ്ധത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയാണ്, പൂർണ്ണമായി അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഈ വേറുറ്റ പോരാട്ടം. വാർത്താ കാർഡുകൾ പിൻവലിപ്പിക്കാൻ ആര് നിർദ്ദേശം നൽകിയെന്നത് ഇപ്പോഴും മെറ്റ വെളിപ്പെടുത്തുന്നില്ല. അതേസമയം കാർഡുകൾ നീക്കം ചെയ്ത നടപടിയിൽ സംസ്ഥാന സൈബർ പോലീസ് മെറ്റയോട് വിശദീകരണം തേടിയിരുന്നു. റിപ്പോർട്ടർ ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.